അതായത് നമ്മുടെ വീട്ടിലെ മഞ്ഞളില്ലേ, അത് പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴുകി പുഴുങ്ങി ഉണങ്ങി പൊടിച്ച് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറേശ്ശെ കഴുകി വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെ ഇന്ന് വൈകിട്ട് പുഴുങ്ങും. കാണിച്ചു തരാം പരിപാടി. പെറുക്കി ഇങ്ങോട്ട് നോക്കി ചിരിച്ചാടാ. ആദു ആദു അമ്മമ്മ ആദു എങ്ങോട്ടാണ് പുറപ്പെട്ടു പോകുന്നത്? ഈ ഐസ് ഇത്തിരി കൊടുത്തു അവന്. കരിക്ക് വെട്ടി ഫ്രീസറിൽ വെച്ച് അതിൻ്റെ വെള്ളം ഐസാക്കി. വല്ലാത്തൊരു തരം ജീവിതം. അവൻ്റെ സ്പൂണും തട്ടിപ്പറിച്ച് നോട്ടം നോക്കിയവൻ. ഐസ് കൈമാറ്റിക്ക ഇച്ചിരി ഐസോട് വായിച്ചു കൊടുത്ത്. എങ്ങനെയുണ്ടാ? ചാ തുറക്കൂല, കൊന്നാലും തുറക്കൂലടാ പന്നീന്ന്. തുറക്കൂല അവൻ. അതെടുത്തില്ല. ഞാൻ ചോദിച്ചല്ലേ കുഞ്ഞാ അതെടുക്കണോന്ന്. ആ തൊത്തിന് ഇത്തിരി കൊടുത്തേ കുഞ്ഞാ. ശകലം ഇങ്ങനെ ഞാൻ തൊത്തിന് കൊടുത്തു. തൊത്തെ ബാ. തണുപ്പിടിച്ച് വേണ്ടാന്ന്. അമ്മമ്മ പോയി. അമ്മമ്മ ആ കൊള്ളാല്ലേ. ഞാൻ കൂടെ കൊടുക്കും. അയ്യോ അവന് വിഷമമായി. എന്നോ അതുവേ അമ്മ എവിടെക്കളെ. അവനെയാണെ തൊത്ത് കടിക്കുകയും ചെയ്തു പാവത്തിന്. ഇല്ല ചിന്നു ഒരു രസം. ഞാനും നിന്റെ കൊച്ചെവിടെ? ഹലോ, ഞാൻ പാത്തു. ആരുടെ കുഞ്ഞാ അത്? ഇത് ജില്ല പത്തനംതിട്ടയില്ലേ, വാവരുപള്ളി അയ്യപ്പനും ഒന്നിച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ ടസ്കി ഷിറ്റ്സും നാടനും എല്ലാം കൂടെ ഒന്നിച്ചു മതി. പാത്തു പാത്തുന്റെ കയ്യല്ല കിടക്കുന്നത്. പാത്തു സ്വന്തമായിട്ട് എടുത്ത് വെച്ചേക്കും. അതുകൊണ്ടിരിക്കുന്നു തള്ള. ഹലോ തള്ള വൈ. ജാനുവിന്റെ കൊച്ചാരുടെ കൂടെയാ കിടക്കുന്നേന്ന് നോക്കി. ഞാൻ ഇനി വെറ്റ് വൈപ്സ് വെച്ച് തുടയ്ക്കണം ഇതിനെ. അമ്മ അതിന് സ്നേഹിച്ചു വെച്ചേക്കോള്. നക്കും കിടക്കും പാവം ഉണ്ട് കേട്ടാ. ഇത് ഇപ്പോഴൊന്നും ഇരിക്കും. കൂളർ അണ്ണാണ്ട് റൂമില്ല. നാളെ ഫാൻ ഇട്ടിട്ട്. അമ്മിണി മോളെവിടെ? മുഖമൊന്നും കാണിച്ചാൽ തുടക്കട്ടെ. പഴുക്ക മുഖത്ത് എന്തുവാടാ കട്ടുന്നേ? മുമ്പ് പട്ടിക്കുഞ്ഞിനെ എടുത്ത് പിടിച്ചേക്കോ. ചോദിച്ചപ്പോൾ അറിയാതെ എൻ്റെ കയ്യിൽ വന്നാ. നീ കൊണ്ടുവാ. ഇവിടെ ഇരി. ഓ എങ്ങനെ കടിക്കുന്നേ അല്ലേടാ? ഇതെന്തുവാടാ ഈ ഉടുപ്പയിലൊക്കെ? കരിക്കാണ്. കണ്ണൊക്കെ തുറന്നിട്ട് കുറേ എന്തോ കരിക്കോ? നീ എവിടെ ഈ അഴുക്കാക്കിയത് ഉടുപ്പ് മൊത്തം? അപ്പോൾ ഉടുപ്പ് മാറ്റിത്തരാം താത്തുവേനെ. അമ്മയുടെ സ്വത്താണ്. എങ്ങനെ പാടിക്ക കേക്കട്ടെ. ഷർട്ടോട് ഒപ്പിച്ച് അതിന് വേറെ കുഞ്ഞിനെ എടുത്ത് കടി മേടിക്കുന്നില്ലേ? ഈ കുഞ്ഞാകുമ്പോൾ കുഴപ്പമില്ല. വേറെ കുഞ്ഞിനെ എടുക്കണ്ട, വഴക്കാവും എല്ലാരും. മലപ്പുറത്ത് പോയിട്ട് എന്താ ഉണ്ടായിരുന്നു വിശേഷമൊക്കെ? ആര്? നീയോ? നല്ല കുട്ടിയാ? പട്ടിക്കുട്ടി. പട്ടിക്കുട്ടി. ജാനുവിന്റെ കുട്ടി. ജാനുക്കുട്ടി. എന്തിനു വേണ്ടിട്ടല്ലേടാ നീ മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഓടിയേ? എനിക്കറിയായിരുന്നു. പട്ടിക്കുഞ്ഞിനെ കാണിച്ച വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നതിനെ പറ്റി ആലോചിക്കുവാന്ന്.
കൊക്കോ ഇറങ്ങിപ്പോ അപ്പൊ ഞാൻ ഇത് എടുക്കുക. മതിയടാ മതിയടാ. ഇല്ല ചതി. നമുക്ക് ചാമ്പയ്ക്ക പറിക്കാൻ പാം. ഇത് എടാ ചാമ്പയ്ക്ക പറിക്കാൻ പാം. ചാമ്പയ്ക്ക പറിക്കാൻ പാം. എന്റെ കണ്ണ് തുറന്ന് നോക്കുന്നു. എടാ ചാമ്പയ്ക്ക പറിക്കാൻ പാം. കണ്ടോ? കണ്ടടാ. കണ്ണ് തുറന്ന് ഞങ്ങൾ കണ്ണു തുറന്ന് അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. നിന്നോട് പറയാഞ്ഞല്ലേ? അമ്മി കടിച്ചോ? ദൂരുമ്പോ ഉറുമ്പ് എവിടെ അതിൻ്റെ മേത്ത്? ഇതുണ്ട്. നീ വരുന്നോ? ചാമ്പയ്ക്ക പറിക്കാൻ വരുന്നോ? എടാ നീ അതിൻ്റെ മേത്തൊക്കെ ഒന്നുമില്ല പെറുക്കാൻ. ഇതുണ്ട്. അത് പൊടിയാടാ. എടാ നീ ചാമ്പയ്ക്ക പറിക്കാൻ വരുന്നോ? ഞങ്ങൾ പോവാം. ഞാനും അച്ചാച്ചും കൂടെ അപ്പുറത്ത് പോവാണേ. കുഞ്ഞാ കുഞ്ഞാ ഇവനേ പട്ടിക്കുഞ്ഞിനെ വിരകുന്ന് കൊടുത്തേ. ഇപ്പോൾ വരുമില്ലെങ്കിൽ ആടാ പട്ടിക്കുഞ്ഞിനെ എടുത്തെന്ന് ചോദിച്ചോണ്ട്. ആ ഈ പെൺകുഞ്ഞിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? എന്നാ എടുത്തോ. നമുക്ക് ആർക്കും കൊടുക്കണ്ട അല്ലേ? നമുക്ക് ഇവിടെ വളർത്താം. എനിക്ക് ഈ പെൺകുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു. എന്തോ ഇതിൻ്റെ പേരെന്തുവാ? പട്ടിക്കുട്ടി. പേരിടണം എന്നാലേ വളർത്താൻ പറ്റൂ. ഇതിന് എന്താ ഇടുന്നത്? ചില സമയത്ത് എന്തോ കൊടുക്കുന്നത്. ചില സമയത്ത് എന്തോ വിളിക്കുന്നത്? ചിലപ്പോ നമുക്ക് പൂമ്പാറ്റെന്ന് വിട്ടാലോ? പൂമ്പാറ്റയോ? എന്നാൽ പൂമ്പാറ്റയെന്ന് വിളിച്ചാൽ മതി. മതി വെച്ചേരാ. അത് ഉറങ്ങട്ടെ. ഇത് ഉറങ്ങുമോ എൻ്റെ കയ്യിൽ? നിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. നീ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കും. അവിടെ വയ്ക്കും. ഉറങ്ങട്ടെ. ഇതാ അങ്ങോട്ട് വയ്ക്കാം. ഇവിടെ വെച്ചോ. വെള്ളമെടുത്ത് വെച്ചോ. പാല് കുടിച്ചോളൂ. മൈനെ നമുക്ക് ചാമ്പ നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞ ചാമ്പയ്ക്ക പറിക്കാൻ? എന്തായാലും എവിടെ ആയി ഇത്രയും ദിവസം അപ്പനെ കാണാണ്ട്. അതന്നെ അവിടെ വെക്ക്. നീ ചുഞ്ചിടു ചുഞ്ചിടു. എന്നാ അവിടെ വെയ്. അമ്മേ വേണ്ടമ്മേ പട്ടിക്കുഞ്ഞിനെ എടുക്കുന്നമ്മേ. ഇതിന് നടക്കുന്നേ ഉറക്കമാണോ? നീ തന്നെയാ നശിപ്പിച്ചേ. നീ അല്ലേ മേളി മണിയണ്ണന്റെ TV നശിപ്പിച്ചേ? കള്ളം പറയല്ലേ. പിന്നെ എങ്ങനാ പറ്റിയേ? കേക്കട്ടെ എങ്ങനെ? നശിപ്പിച്ച് നശിപ്പിച്ച്. ഞാൻ മാമനോട് പറഞ്ഞു കൊടുക്കും. നിന്റെ മുഖത്ത് നോക്കട്ടെ കള്ളത്തരം ഉണ്ടോ? അയ്യോട് നോക്കിയ കള്ളത്തരം ഉണ്ടോ നോക്കട്ടെ മുഖത്ത്. നീയാണോ നശിപ്പിച്ചേ? നീ ഇതിൽ ചിരിക്കുന്നേ? ചെറിയൊരു ചിരി വരുന്നുണ്ടല്ലോ. ഞങ്ങള് പുതിയ സെക്യൂരിറ്റിയെ വെച്ചിട്ടുണ്ട്. ചുന്ദരൻ. ഞങ്ങളെല്ലാരും കൂടെ ഒരു വഴി പോകണം. അടച്ചോ? കാല് വെച്ചാ അടച്ചേ? കാലുണ്ടല്ലേ? നല്ല സൂപ്പർ സുന്ദരനായല്ലോ. നോക്കട്ടെ ഒന്ന് ചിരിച്ചേ. എന്ത് രസമുണ്ട് വേഷം. ബൈക്കപ്പിന് ഇരിക്കാണ്ട് കിലോമീറ്റർ എത്ര പറഞ്ഞോണ്ടാ? അപ്പൊ ഇങ്ങനെ പിടിച്ചേക്കുന്ന പോലെ പിടി. ഇതിന്റെ ക്ലോസ് ചിരിക്കേ. പുഴു കുഴപ്പമില്ല. ചാമ്പയ്ക്കാലെ പുഴു നല്ലതാണ്. പേരയ്ക്ക എറിഞ്ഞ് ചാമ്പയ്ക്ക പറിക്കുന്ന അഹങ്കാരം നോക്കി. ഞങ്ങൾ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നീ ചിരിക്കുന്നുണ്ടോ? നോക്കട്ടെ നീ ചിരിക്കുന്നുണ്ടോ? ഒന്നും ആദ്യം ഒരു മിനിറ്റ് ഒന്നും മിണ്ടാണ്ടിരിക്കുമോ? ഞങ്ങൾ കഷ്ടപ്പെട്ട് ചാമ്പയ്ക്ക പറിക്കാൻ വന്നപ്പോഴാണ് സത്യം അറിയുന്നത്. കുറേ പൊഴിഞ്ഞു പോയി. ബാക്കി മൊത്തം ഞൊളയ്ക്കുന്ന പുഴു. ഇതുവരെ എല്ലാം വളരെ ശരിയായിരുന്നു. ഉപ്പും മുളകും എല്ലാം കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ ചമ്മി. കാരണം ഇന്നലെ ഞൊളച്ച പെടപെടയ്ക്കുന്ന പുഴുക്കൾ. എന്താത്തിന് വന്നതാ? എന്തിനു വന്നതാ? നീ എന്തിനു വന്നതെന്ന് പറ. ചാമ്പയ്ക്ക പറിക്കാൻ. ചാമ്പയ്ക്കായാലും പുഴു പേരയ്ക്കായാലും പുഴു. അതുകൊണ്ട് ഞങ്ങൾ വിട്ടു കൊടുക്കത്തില്ല. അപ്പുറത്തൊരു വീട്ടിൽ വേറൊരു ചാമ്പയുണ്ട്. ഞങ്ങൾ അവിടെ പോയി ചാമ്പയ്ക്ക പറിക്കും. മാങ്ങയുണ്ട ഇറങ്ങുന്ന വ്യൂ ഒക്കെ ഞാൻ ഇവിടുത്തെ വെച്ചിട്ട് മറ്റേ ചാമ്പയ്ക്ക വെക്കും.
ചാമ്പയ്ക്ക. കിടു കയറി കിടു. ഇവിടെയോ? എന്ത് ഇവിടുമായിട്ടെന്താ കൊടുക്കുക? ഹലോ, നീ ഇടിച്ചു നിറയ്ക്കും. ഈ കമ്പലൊക്കെ നിൽക്കുന്നു. ഇതുകൊണ്ട് പോന്നു ചാടി വണ്ടി. ഞങ്ങള് പോവാ. മുഖത്തേക്കൊന്ന് നോക്കൂ, എന്തൊരു തേജസ്. ഒളിച്ചിരുന്ന് ഞാൻ ചാമ്പയ്ക്ക തിന്നാൻ വെച്ച മുളകും ഉപ്പും കൂടെ കുഴച്ച് തിന്നുക. ഒന്നാതെ പൊട്ടൻ കുഞ്ഞ്, അതിൻ്റെ കൂടെ നീ വലിയ പൊട്ടൻ കുഞ്ഞാവോ? വേണോ? അപ്പടെ സുന്ദരനാരാ? ചായ ചായ പിന്നെ അവിടുത്തെ ചായക്കടാഹേ മീൻ്റെ ടീ. അപ്പൊ എല്ലാവരോടും പറയട്ടെ, എന്റെ സുലഭം പറഞ്ഞു ഞാൻ ക്ഷീണിച്ചു, വണ്ണമൊക്കെ കുറഞ്ഞു വന്നു കുറേയൊക്കെ. വണ്ടി അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം. ആണോ? അപ്പയുടെ വണ്ണം കുറഞ്ഞോ കിടു? സുന്ദരിയായോടാ? ശരിക്കും നോക്കിയോ? സുന്ദരിയായോ? മുഖത്തോട്ട് നോക്കിയോ? അപ്പന്റെ അപ്പയാണോ അമ്മുവാണോ സുന്ദരി? അങ്ങനെ വേണ്ട, ഒരാളപ്പ. അപ്പയാണോ സുലുവമ്മയാണോ സുന്ദരി? അപ്പയാണോ അപ്പയാണോ അച്ഛയാണോ സുന്ദരി? അപ്പയാണോ അച്ഛയാണോ സുന്ദരി? അച്ഛ സുന്ദരനല്ല ആണോ? അച്ഛൻ വീഡിയോ കാണും. അതൊന്നും പ്രശ്നം, അച്ഛനൊരു പ്രശ്നമേ അല്ല. എന്താ പറ, അപ്പയാണോ അമ്മുവാണോടാ സുന്ദരി? മലപ്പുറത്ത് കൊണ്ടുപോകൂല. നീ തെറ്റിക്കല്ലേ. അപ്പയാണോ അമ്മുവാണോ സുന്ദരി? അമ്മു വീഡിയോ കാണുമ്പോ നീ എന്താ പറയും? നീ അവിടെ ചെല്ലുമ്പോ മാറ്റി പറയത്തില്ല എടാ കള്ള ഈടാ കള്ള. എനിക്ക് നിന്നെ കള്ള, എനിക്ക് നിന്നെ നല്ല ഒന്നാം തരമായിട്ട് അറിയാടാ. നീ എന്താ മലപ്പുറത്ത് ചെല്ലുമ്പോ കുരുത്തക്കേടില്ലാത്ത? മറപ്പനാ? എന്നോട് പറയാം, ഞാൻ മണിയമ്മയുടെ മുന്നിൽ വലിയൊരു മാന്യനാണ്. ഇന്നലെ വന്നപ്പോ പറഞ്ഞതാ. എന്നിട്ട് പറയാം, അച്ചാച്ചി എന്റെ താളത്തിനൊത്ത് തുള്ളുന്നോണ്ടാ ഞാൻ ഇങ്ങനെ ആയെന്ന്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ഡയലോഗാന്നുള്ളതാ.